ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വലിയ നോമ്പിൽ 22-ാം ദിവസവും നോമ്പിലെ 4-ാം ഞായറാഴ്ചയും. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. സകലരെയും വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയാണ് ഈ ഭാഗത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. സോർ സീദോൻ എന്ന വിജാതീയ പട്ടണത്തിലൂടെ യേശു യാത്ര ചെയ്യുമ്പോൾ സിറോ ഫൊയ്നിഷ്യക്കാരിയായ ഒരു സ്ത്രീ വന്ന് രോഗം ബാധിച്ച ചെറുമകളുടെ സൗഖ്യത്തിനായി യേശുവിനെ സമീപിക്കുന്നു. ഇത് യേശുവിൻ്റെ രോഗസൗഖ്യ സംഭവം എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ്. ദൈവരാജ്യത്തിന് വംശീയതയോ ദേശീയമോ ആയ അതിരുകളില്ല എന്ന് വ്യക്തമാക്കാൻ യേശു ശ്രമിക്കുകയാണ്. യഹൂദൻ്റെ ശുദ്ധ അശുദ്ധ നിയമങ്ങളോടുള്ള യേശുവിൻ്റെ സമീപനം ഈ വേദഭാഗത്തിന് മുമ്പായി വ്യക്തമാക്കുന്നുണ്ട്. വിജാതീയരോടും കർത്താവിന് ദൗത്യമുണ്ടെന്ന് വിശദമാക്കാൻ ശ്രമിക്കുമ്പോൾ യേശു ശ്രമിക്കുന്നത് വിജാതീയർ തൻ്റെ ശുശ്രൂഷയെ സ്വീകരിക്കുമോ എന്നതിനുള്ള ഒരു പരീക്ഷണത്തിലൂടെയാണ്. യേശുവിനെപ്പറ്റി അവൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുള്ള കേട്ടറിവിൻ്റെ വെളിച്ചത്തിലാണ് ഈ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നത്. ബാക്കി 25. യേശുവിലൂടെ നടന്ന രോഗസൗഖ്യങ്ങൾ, ഭൂതങ്ങളെ പുറത്താക്കൽ, സാത്താന്യ ശക്തികൾക്കെതിരെ അവൻ്റെ ശക്തി വെളിവാക്കുന്ന സംഭവങ്ങളെല്ലാം കേട്ടറിഞ്ഞിരുന്നു. ആ കേട്ടറിവ് അവളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. റോമർ 10:17 വിശുദ്ധ പൗലോസ് പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും വരുന്നു. ആ അറിവ് അവളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. അവളുടെ വിശ്വാസം ആഴമുള്ളതാണോ എന്ന് യേശു പരിശോധിക്കുന്നു. ആത്മാർത്ഥമായ ആ വിശ്വാസത്തെ കർത്താവ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. തൻ്റെ ആവശ്യം വളരെ കൃത്യതയോടുകൂടി ആ സ്ത്രീ വ്യക്തമാക്കുമ്പോൾ യേശുവിൻ്റെ പ്രതികരണം നിശബ്ദമായിരുന്നു. വിശ്വാസത്തിൻ്റെ പരിശോധന ഇന്നും പലർക്കും ഉൾക്കൊള്ളാനാവാത്തതാണ്. വിശ്വാസത്തിൻ്റെ പരിശോധന എന്തുകൊണ്ട്? ഒന്നാമത്, അവളുടെ വിശ്വാസത്തെ കർത്താവ് പരീക്ഷണ വിധേയമാക്കിയതിലൂടെ വിജാതി സ്ത്രീയെ പറഞ്ഞയക്കാൻ ശ്രമിച്ച ശിഷ്യന്മാർക്കും ഇന്ന് നമ്മെപ്പോലുള്ള വിശ്വാസികൾക്ക് യേശു നൽകിയ സന്ദേശം മഹത്തായ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്ന തിരിച്ചറിവാണ്. അല്ല എങ്കിൽ ഈ സംഭവം യേശു ചെയ്ത പല അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമായി ചുരുങ്ങുമായിരുന്നു. രണ്ടാമത്, അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിലൂടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയെപ്പറ്റി കൃത്യമായ ഒരു തിരിച്ചറിവ് കർത്താവ് നൽകുന്നു. പ്രാർത്ഥനകൾക്കുള്ള മറുപടിയിൽ കാലതാമസം വരുമ്പോൾ അതിൻ്റെ അർത്ഥം നോ എന്നല്ല, അത് അവഗണനയുമല്ല, മറിച്ച് വിശ്വാസത്തിൽ തളരാതെ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് ആ സ്ത്രീയുടെ യാചനയെ കൺഫ്രണ്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കർത്താവ് നൽകുന്നത്. മൂന്നാമതായി, വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിലൂടെ കഷ്ടതകൾ ജീവിതത്തിന് അനുഗ്രഹമായി മാറുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നു. കഷ്ടതകളെ, പരീക്ഷണങ്ങളെ ദൈവാനുഗ്രഹത്തിലേക്കുള്ള വഴികളായി കാണാൻ കഴിയണം. അത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാതെ വന്നേക്കാം. ബലഹീന വിശ്വാസം നിൽക്കുന്നവർക്ക് കർത്താവ് ഉറപ്പു നൽകുകയാണ്. ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളും കഷ്ടതകളും നേരിടേണ്ടി വന്നവരാണ് നാം എല്ലാവരും. അമേരിക്കയിലെ വിസ്കോൺസിൻ എന്ന പട്ടണത്തിൽ ബിൽ എന്ന ഒരു യുവാവ് ഒരു മിഷണറി സംഘത്തിൽ പങ്കാളിയാകാൻ താൽപ്പര്യം അറിയിച്ചു. ഒരു മുതിർന്ന മിഷണറിയുടെ മുമ്പിൽ ഇൻ്റർവ്യൂവിനായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ രാവിലെ 4:30 എത്താൻ ക്ഷണം ലഭിച്ചു. കൃത്യമായി എത്തിയ ബിൽ ഏറെ നേരം മുട്ടിക്കഴിഞ്ഞ് 5 മണിയോടുകൂടി വാതിൽ തുറന്ന് മിഷണറിയുടെ ഭാര്യ പുറത്തു വന്നു. കയറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. ഏറെ കാത്തിരിപ്പിന് ശേഷം 8:30 മിഷണറി വന്നു. ഒരു ചോദ്യം ചോദിച്ചു. മിഷൻ ഓറിയൻറ്റേഷൻ വർക്ക് ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് മറുപടി നൽകി. ഒരു ചോദ്യം കൂടി. സ്പെൽ ദ വേർഡ് ബൈബിൾ. ബിൽ മറുപടി നൽകി. BIBLE. മിഷണറി പറഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, പോകാം, തീരുമാനം പുറകാലെ അറിയിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് മിഷൻ ബോർഡിൻ്റെ മുമ്പിൽ ബിൽ വിളിക്കപ്പെട്ടു. ആ മുതിർന്ന മിഷണറി പറഞ്ഞു, ആവശ്യമായ എല്ലാ മേഖലകളിലും ഈ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ബിൽ ഇടപെട്ട് ചോദിച്ചു, അങ്ങനെ കൃത്യമായി ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ? മിഷണറി മറുപടി പറഞ്ഞു, ആദ്യം ഞാൻ നിൻ്റെ മിഷനോടുള്ള ശുഷ്കാന്തി പരിശോധിച്ചു. തണുപ്പിൽ അതിരാവിലെ നീ എത്തി, അത് നിന്റെ നിശ്ചയദാർഢ്യം വെളിപ്പെടുത്തുകയായിരുന്നു. പിന്നീട് നിന്റെ കൃത്യതയെ ഞാൻ പരിശോധിച്ചു. നീ എത്തുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടെന്നിരിക്കുകയായിരുന്നു. നിന്റെ ക്ഷമാശീലം ഞാൻ പരിശോധിച്ചു. 4 മണിക്കൂർ നീ ക്ഷമയോടെ കാത്തുനിന്നു. ക്ഷമാശീലം ഒരു മിഷണറിക്ക് അത്യന്താപേക്ഷിതമായി. അവസാനമായി, നിന്റെ ക്ഷമാശീലം ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ചോദ്യത്തിന് വിരോധം പ്രകടിപ്പിക്കാതെ നീ ഉത്തരം പറഞ്ഞു. അതിലൂടെ നിന്റെ വിനയഭാവം വെളിപ്പെടുത്തി. മിഷണറിയാകാൻ യോഗ്യനെന്ന് വെളിപ്പെടുത്തി. യു പാസ് ദ ടെസ്റ്റ് ഓഫ് ഡിലിജൻസ്, പഞ്ച്വാലിറ്റി, പേഷ്യൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. യു ഹാവ് പാസ് ഓൾ ടെസ്റ്റ്. പ്രിയരെ, കർത്താവ് പരീക്ഷിക്കുന്നത് നന്മയ്ക്കായിട്ടാണ്. നാം തിരിച്ചറിയാത്തതാണ് പ്രശ്നം. സകലരെയും വീണ്ടെടുക്കുന്ന കർത്താവ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുമ്പോൾ അതിനോട് നമുക്ക് വിധേയപ്പെടാം. അവനിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അവൻ നമ്മെ വിടുവിക്കും. പ്രാർത്ഥിക്കാം. സകലത്തെയും വീണ്ടെടുക്കുന്ന ദൈവമേ,
അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് പരീക്ഷിക്കുമ്പോൾ വലിയ വിശ്വാസം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.